ഇതൊക്കെ കഴിക്കണം നിർബന്ധമുണ്ടോ? എനിക്ക് നിർബന്ധമില്ല. അല്ല, സാധാരണഗതിയിൽ കണ്ണ് അങ്ങനെ തുറച്ചു വെച്ചിരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. സാർ വേറെ എന്തോ ചിന്തിക്കുകയാണ്. ഭാര്യയുടെ മുഖം ഇങ്ങനെ നോക്കി ഭാര്യയ്ക്ക് വേണ്ടത് എന്താന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്തു അത് ചെയ്യാതിരിക്കുക, അതാണോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചായിരുന്നു, വജൈനൽ ബ്ലീഡിങ്ങിനും നോർമൽ ഡെലിവറിക്കും സിസേറിയനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഡ്യൂറേഷൻ, എമൗണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? യൂഷ്വലി അങ്ങനെ വലിയൊരു വ്യത്യാസം വരുന്നില്ലല്ലോ. യൂഷ്വലി എന്തുകൊണ്ടാണ് ആ ബ്ലീഡിങ് ഉണ്ടാകുന്ന ഡെലിവറിക്ക് ശേഷം? ഡെലിവറി കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഡെസിഡുവ, അതായത് ആ എൻഡോമെട്രിയം, ആ കുഞ്ഞ് കിടക്കുന്ന അകത്തുള്ള പാളീനെയാണല്ലോ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ആ ഭാഗം പൊഴിഞ്ഞു പോകാൻ എടുക്കുന്നൊരു ടൈം. ചിലവർക്ക് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് നോർമൽ ഡെലിവറി സിസേറിയനായിക്കോട്ടെ, ചിലപ്പോൾ 2-3 ദിവസം ബ്ലീഡിങ് കാണും, പിന്നെ ബ്ലീഡിങ് കാണത്തേ ഇല്ല. ചിലവർക്ക് അതൊരു തുടർച്ചയായിട്ട് 6 ആഴ്ച നിൽക്കുന്നില്ല ഡോക്ടറെ, 2-3 ആഴ്ചയായി നിൽക്കുന്നില്ല. ചിലവർ എൻ്റെ അടുത്ത് വരുന്നത് ഒരു 5-6 ദിവസം ബ്ലീഡിങ് ഉണ്ടായിരുന്ന ഡോക്ടറെ, പിന്നെ എനിക്ക് കഴിഞ്ഞ 5 മാസത്തേക്ക് ബ്ലീഡിങ് ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നോർമലായിട്ട് തന്നെ എഴുതും. പക്ഷേ അബ്നോർമൽ ബ്ലീഡിങ് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഈ അടുത്ത കാലത്തൊരു ഒരു കുട്ടി വന്നു. എങ്ങനെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസേറിയൻ ആയിരുന്നു, ട്വിൻസ് ആയിരുന്നു. അത് കഴിഞ്ഞു ഞാൻ 4-ാം ദിവസം ഡിസ്ചാർജ് ചെയ്ത് വിട്ട് കഴിഞ്ഞിട്ട് അവർ വരുന്നത് ഒരു 8-ാമത്തെയോ 9-ാമത്തെയോ ദിവസം വരുന്നു. നല്ല ബ്ലീഡിംഗ് എന്ന് പറഞ്ഞ് എന്നെ ലേബർ റൂമിൽ നിന്ന് വിളിക്കുന്നു. ഞാനെപ്പോഴും വിചാരിക്കുന്നത് വലിയ പ്രശ്നം കാണത്തില്ല. പിന്നെയും കുറച്ച് കഴിഞ്ഞ് വിളിക്കുന്നു, നല്ല ബ്ലീഡിങ് ഡോക്ടർ വരണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പേഷ്യൻറ്റ് ഹെവി ബ്ലീഡിങ്, പോറിങ് ആണ്, പെയിലായി. ഹീമോഗ്ലോബിൻ്റെ വിട്ടു. ഹീമോഗ്ലോബിൻ എത്രയെന്ന് ചോദിച്ചപ്പോൾ 8 പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് 8 അല്ല, 3-4 ഒക്കെ കാണുള്ളൂ, 4-5 കാണുള്ളൂ. അത്രയും വെളുത്തിരിക്കുന്നു ആ കുട്ടി. ഷോക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. ഉടൻ തന്നെ സ്കാൻ മെഷീൻ കൊണ്ടുവന്നു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ചുരുങ്ങി നിൽക്കണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പൊക്കിളിൻ്റെ മുകളിൽ വരെ ആയിരിക്കും ആ സിസേറിയൻ കഴിഞ്ഞാൽ ആ യൂട്രസ് നിൽക്കുന്നത്. അത് ചുരുങ്ങി നമ്മുടെ ഒരു പൊക്കിളിൻ്റെ താഴെ അല്ലെങ്കിൽ നാഭി എല്ലിൻ്റെ അവിടം വരെ എത്തേണ്ടതാണ്. പക്ഷെ അവിടെ എത്തിയിട്ടില്ല. അയാളുടെ യൂട്രസ് ഏകദേശം പൊക്കിളിൻ്റെ മുകളിൽ വരെ നിറഞ്ഞു നിൽക്കുന്നു, നിറച്ചും ബ്ലഡായിട്ട് നിൽക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ ബ്ലഡിനെ നീക്കം ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഒരു സക്ഷൻ, ഒരു ഡിവൈസ് അകത്തോട്ടിട്ട് നമ്മൾ ആ ബ്ലഡെല്ലാം സക്ക് ചെയ്ത് ഇടും. അപ്പം സക്ക് ചെയ്ത് എടുത്തു, കുറേ ബ്ലഡ് വന്നു. പിന്നീടാണ് നമ്മൾ എന്തുകൊണ്ട് ആ ബ്ലീഡിങ് ഉണ്ടായി, അകത്ത് പ്ലാസെൻ്റൽ ബിറ്റ്, മറുപിള്ളയുടെ എന്തെങ്കിലും ഒരു കഷ്ണം അകത്തിരിക്കുന്നുണ്ടോ അത് നോക്കി. പക്ഷെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. എന്നാലും കിട്ടിയ കുറച്ച് കഷ്ണങ്ങൾ നമ്മൾ ടെസ്റ്റിന് അയച്ചു. പേഷ്യൻ്റ് സെറ്റിലായി. 3 PRBC, 3 കുപ്പി ബ്ലഡ് എന്തോ നമ്മൾ കൊടുത്തു. ഇതെല്ലാം കൊടുത്തിട്ടാണ് പേഷ്യൻ്റ് സെറ്റിലായത്. എന്നിട്ട് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് പ്ലാസൻ്റെ അല്ല. എന്താണ് അവിടെ ഒരു റീസൺ നമുക്കറിയില്ല. യൂഷ്വലി ഇൻഫെക്ഷൻസ്, അണുബാധ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറുപിള്ളയുടെ ഏതെങ്കിലും കുറച്ച് ഭാഗം അകത്തിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കണ്ടീഷനിലെല്ലാം ബ്ലീഡിങ്ങും ഒക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതൊരു അബ്നോർമൽ അവസ്ഥ. എത്ര കാലം വരെ ഒരു ബ്ലീഡിങ് ഉണ്ടാകാം? ആവറേജ് നമുക്ക് 2 ആഴ്ച 3 ആഴ്ചയൊക്കെ പറയാം. എന്നാലും നമ്മൾ പറയുന്ന 6 ആഴ്ച വരെ ഉണ്ടാവാം. അതിന് ഓരോന്നിനും ഓരോ കളർ ഉണ്ടാവും, അല്ലേ? റൂബ്ര, ആൽബ എന്നൊക്കെ പറയുന്ന പോലെ കളർ ഉണ്ടാവും. യൂഷ്വലി അത്രയും ഇതൊന്നും ആയില്ല. യൂഷ്വലി ആദ്യത്തെ ദിവസം കുറച്ച് റെഡ് ആയിരിക്കും, പിന്നെ ഒരു വൈറ്റിഷ് ആയിട്ട് അതങ്ങ് കുറയുകയാണ് ചെയ്യുന്നത്. പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മമാർക്ക് സാധാരണഗതിയിൽ ബ്ലീഡിങ് ഉണ്ടാവാറില്ല. അതും പറയാൻ പറ്റത്തില്ല. അതെ, നേച്ചറായിട്ട് ചെയ്യുന്നതാണ്. കാരണം എന്താണ്, പാല് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ കൂടുതലായിട്ട് നിൽക്കും. പ്രൊലാക്റ്റിൻ കൂടുതൽ നിൽക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നുള്ള ഹോർമോൺ കുറയ്ക്കും. അവിടെ നിന്നുള്ള ഹോർമോൺ കുറയ്ക്കുന്നത് കൊണ്ടും പീരീഡ് നടക്കേണ്ട ആ നോർമൽ സൈക്കിളിൽ ഉണ്ടാവുന്ന ഹോർമോണൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കുകയും പീരീഡ് ആവാതിരിക്കുകയും ചെയ്യും. അതായത് പാല് കൊടുക്കുന്ന ഒരു അമ്മയ്ക്ക് പീരീഡ് വരാതിരിക്കാം, ഒന്നുകൂടായില്ല. പാല് കൊടുക്കുന്ന അമ്മയ്ക്ക് കൃത്യമായിട്ട് എല്ലാ മാസവും പീരീഡ് വരുന്ന അമ്മമാരും ഉണ്ട്. അതൊക്കെ നോർമലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ഇന്ന സമയം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞ് വന്ന ബ്ലീഡിങ് പീരീഡ് ആയിട്ട് കൂട്ടണം, അങ്ങനെയൊന്നുമില്ല. ഇല്ല, എന്തോ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് നിങ്ങളത് കണക്കാക്കണ്ട. നിങ്ങൾക്ക് 2-3 മാസം കൂടുമ്പം വന്നാലും കുഴപ്പമില്ല, 5-6 മാസം കൂടുമ്പം വന്നാലും കുഴപ്പമില്ല. പക്ഷെ നിൽക്കാതെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഏറ്റവും പ്രധാനം എന്താ? ഇതൊന്നുമല്ല പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ നേരിട്ട് ഏറ്റവും വലിയ വിഷയം, ഈ ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് പാല് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീനെ പിടിച്ചിട്ട് കുറേ ഭക്ഷണം കൊടുക്കും. എന്തുകൊടുക്കും? ഈ അമ്മേനെ പിടിച്ചിട്ട് നമ്മൾ കുറേ എന്താ പ്രോട്ടീൻ അടങ്ങിയതും, അല്ലെങ്കിൽ പിന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയത്, നെയ്യും അതും ഇതും ഒക്കെ കൊടുക്കുമ്പോൾ എന്തോ പറ്റും, വണ്ണം വെപ്പിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ അവിടെ ഉണ്ട്. വണ്ണം വെപ്പിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിനകത്ത് നമ്മൾ കൂടുതൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ വണ്ണം വെക്കും. ഇവരുടെ ഹോർമോണെല്ലാം തെറ്റിത്തുടങ്ങും. ഇതെല്ലാം കഴിയുമ്പോൾ ഇവർക്ക് PCODയും അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളിലോട്ടൊക്കെ ഇവരെത്തിപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? കാർബോഹൈഡ്രേറ്റ് കുറച്ച്, അന്നജം കുറച്ച്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കുക, വണ്ണം വെപ്പിക്കണമെന്നുള്ളൊരു കോൺസെപ്റ്റ് എടുത്ത് കളയുക. ഇതൊക്കെയാണ് ഞാൻ സാധാരണ അഡ്വൈസ് ചെയ്യുന്നത്. അമിതമായിട്ട് വണ്ണം വെക്കരുതെന്ന് ഞാൻ പറയും.
അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം ഈ പലപ്പോഴും പീരീഡ് ഒന്നും വരാതിരുന്നിട്ട് ഇതിങ്ങനെ പ്രൊലോങ് ചെയ്ത് പോയിട്ട് ചിലപ്പോൾ അമ്മമാർ വന്നിട്ട് ടെസ്റ്റ് ചെയ്തു പറയും ഞാൻ ഗർഭിണിയാണ്. ഓവുലേഷൻ നടക്കാമല്ലോ. ഞാനതാ പറഞ്ഞത്, ലാക്ടേഷൻ അവന്യൂറി ഉണ്ടെങ്കിലും ഈ പ്രൊലാക്റ്റിൻ കൂടി പീരീഡ് വരത്തില്ല എന്നുണ്ടെങ്കിലും ചില മാസം ചില ഇതെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഒരു അണ്ടം പൊട്ടാം. അപ്പോൾ പീരീഡ് ഒന്നും വരാതെ ഒരു 6 മാസം ഗർഭിണിയായിട്ട് വരാം. ഒരു ഡെലിവറി കഴിഞ്ഞു, അവർ വിചാരിച്ചിരിക്കുന്നു, എൻ്റെ എത്ര പേഷ്യൻസ് വന്നിട്ടുണ്ട്, അവർ വിചാരിക്കുന്നു ഞാൻ പാല് കൊടുക്കുന്നുണ്ട് ഗർഭിണിയാവത്തില്ല, അതുകൊണ്ട് തന്നെ പീരീഡ് ആവുന്നില്ല എന്ന് വിചാരിക്കുന്നു. എൻ്റെ അടുത്ത് നിന്ന് വരുന്നു, ഞാൻ നോക്കുന്നു, കാർ ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നു, സ്കാൻ ചെയ്യുന്നു, 7 മാസം ഗർഭിണി. ആഹാ, എന്തെളുപ്പം, ഇനി 2 മാസം കൂടെ അല്ലേ ഉള്ളവർക്ക്. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു പ്രഗ്നൻസി. അങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നേ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. അവർക്ക് കുട്ടിയുണ്ട്, അവരിങ്ങനെ വരുന്നു, അവർ ഇങ്ങനെ എൻ്റെ അടുത്ത് വരുന്നത്, ഡോക്ടറെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു. ഞാൻ ഗർഭിണിയല്ല ഡോക്ടറെ, അത് വരാൻ ഒരു സാധ്യതയില്ല. ശരി ആയിക്കോട്ടെ, ഞാനിവിടെ എത്തി, ഇങ്ങനെ നോക്കി സ്കാൻ റിപ്പോർട്ട് നോക്കിയപ്പോഴത്തേക്ക് 9 months പ്രഗ്നൻ്റ് ആണ്, 36 weeks ആയി, 9 മാസം ഗർഭിണിയാണ്. അവർക്ക് ആകെയുള്ള പ്രശ്നം അവരുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ഇപ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ എടുപ്പതിന് ഇച്ചിരി വയറ് കൂടിയിട്ടുണ്ടെന്നുള്ളത് ഒരു പ്രശ്നമല്ലാതെ അവർക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല. 9 മാസം അവരറിഞ്ഞിട്ടില്ല. ഞാൻ SIT തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു, അഡ്മിറ്റ് ചെയ്യുന്നു, 3 ദിവസം കഴിഞ്ഞ് പ്രസവിക്കുന്നു, കുഴപ്പമില്ല, കുഞ്ഞായിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. അപ്പോൾ അവർക്ക് അനക്കം അവർ വിചാരിച്ചിരുന്ന ഗ്യാസാണ്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ മൂത്രത്തിൽ പഴുപ്പാണെന്ന് വന്ന് പറഞ്ഞിട്ട് വയറ് വീക്കം, മൂത്രത്തിൽ പഴുപ്പ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് പ്രസവിച്ച് പേഷ്യൻ്റിനെ. അപ്പോൾ അത് ഉണ്ട്, ഇതൊക്കെ ഉള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ബ്ലീഡിങ് നമ്മൾ നോർമലായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ അതിനെ കരുതി അങ്ങ് മുന്നോട്ട് പോവുക. ശരി, അത് കഴിഞ്ഞിട്ട് ഈ വേദും കുളി, ഇപ്പോൾ പറഞ്ഞ ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ കസ്റ്റം അനുസരിച്ച് ഈ വേദ്, കുളി, പ്രത്യേക ആയുർവേദ ഭക്ഷണങ്ങൾ, മരുന്നുകൾ, കുറുക്കുകൾ, അത് തെങ്ങും പൂക്കുല, അങ്ങനെ കുറച്ച് കുറുക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിക്കണം നിർബന്ധമുണ്ടോ? ഒരു യുവതലമുറ എനിക്കൊന്ന് മിക്കവരും പുറത്തല്ലേ, യൂറോപ്പിലും അല്ല, എന്നാലും വരുന്നുണ്ട്, ഇവരിതൊക്കെ കഴിക്കുന്നുമുണ്ട്. ഇല്ല, ഇതൊക്കെ പിന്നെ ഈ അമ്മമാര് കൊടുത്തു വിടുന്നതാ. എനിക്കറിഞ്ഞൂടാ ഇതൊക്കെ എത്രമാത്രം എഫക്റ്റ്. എന്നാ കഴിക്കണം നിർബന്ധമുള്ള സാധനം എന്താ? പ്രോട്ടീൻ, അയണും കാൽഷ്യം. കാൽഷ്യം നമുക്ക് വേണമെങ്കിൽ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് ഒരു 6 മാസം വരെയൊക്കെ കഴിക്കാം. അയൺ നിങ്ങളുടെ ഒരു ബ്ലഡ് ലോസ് അനുസരിച്ച്, ഇഫ് യു ഹാവ് ഹീമോഗ്ലോബിൻ 12 ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചുമ്മാ അതിൻ്റെ ടാബ്ലറ്റ് കഴിക്കേണ്ട. അതൊരു ഡോക്ടർ 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു പേഷ്യൻറ്റിനോട് അയൺ നിർത്താൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു 3 മാസം കൂടി കഴിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതാ. അപ്പോൾ അതും കൂടെ അയണ്ട, കാരണം അവർക്ക് ഒരു നല്ല ഹെൽത്തി ഡയറ്റ് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഡയറ്ററി അയൺ കിട്ടുന്നത് വളരെ കുറവാണ് ഇന്ത്യൻ ഫുഡിൽ. അതാണ് പ്രശ്നം, നമ്മുടെ ഭക്ഷണമാണ് പ്രശ്നം. അപ്പം ഞാൻ പറയുന്നു, ഇപ്പം 3 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് എർത്രോപോയ്സസ് നടക്കുന്നില്ല, അമ്മയുടെ കയ്യിൽ നിന്നേ കിട്ടുന്നുള്ളൂ. അപ്പോൾ സ്റ്റോർ അയൺ വേണം, അതുപോലെ തന്നെ അമ്മ കഴിക്കുന്ന ഫുഡിൽ നിന്നേ കിട്ടത്തുള്ളൂ. ഒരു 3 മാസം വരെ അയൺ ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. ഞാൻ 3 മാസം നിർത്തി എന്ന് പറഞ്ഞാൽ ഒരു OP വന്ന് ഞാൻ പറയും, ചിലപ്പോൾ ഞാൻ പറയും മതി എന്ന് പറയും. സപ്ലിമെൻ്റ് അല്ലേ, അപ്പോഴത്തെ ഓരോരുത്തരുടെ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ ഇപ്പോൾ അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ അവർ ഗുളിക കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു പേഷ്യൻ്റാണെന്ന് ചോദിക്കുക. അപ്പോൾ അത് മനസ്സിലാവും, എന്നാൽ പിന്നെ അവരെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്, ഞാൻ കഴിക്കണ്ടെന്ന് ഞാൻ പറയും. കഴിഞ്ഞല്ലോ, അവിടെ കഴിഞ്ഞല്ലോ, പിന്നെ ഞാനാണല്ലോ. അപ്പം അങ്ങനെ ചെയ്യാം, അത് തെറ്റില്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും കണ്ണിലൂടെയാണ് നടക്കുന്നത്. അതെ, അത് എന്നോട് പേഷ്യൻ്റ് കഴിഞ്ഞ ദിവസവും പറഞ്ഞു, സാർ എത്ര 1:30 മണി 2 മണി ആയാലും സാർ ഒരു വിഷമവും ഇല്ലാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച് സാധാരണഗതിയിൽ കണ്ണ് അങ്ങനെ തുറച്ചു വെച്ചിരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, സാർ വേറെ എന്തോ ചിന്തിക്കുകയാണ്. ഇല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇന്നത് ചെയ്യണം, ഈ പാതയിലൂടെ തന്നെ പോകണമെന്നൊന്നുമില്ല. ഇന്നിപ്പം എൻ്റെ അടുത്ത് ഇന്ന് വന്ന ഒരു പേഷ്യൻ്റാണ്, അവർക്ക് 2 സൈക്കിൾ IUI കഴിഞ്ഞുള്ളൂ, എല്ലാം നോർമലാണ്. അപ്പം എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു 2 മാസം നോർമൽ നോക്കാം, 2 മാസം IUI നോക്കാം, ഒരു 4-5 മാസത്തിൽ നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. പക്ഷെ അവർക്ക് IVF ആണ് വേണ്ടത്, അവർക്ക് കുറച്ചും കൂടെ സ്പീഡപ്പ് ചെയ്യണം. അതെനിക്ക് അവർ പറയുകയും ചെയ്തു, പക്ഷേ എനിക്ക് കുറേ കൂടെയൊക്കെ റീഡ് ചെയ്യാൻ പറ്റി അവരുടെ മുഖത്തുനിന്ന്. ഓക്കെ, അവർക്ക് അതാണ് നീഡ്. അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് ചെറുതായിട്ട് മാറ്റാൻ പറ്റും. വേറൊരു രോഗം പോലല്ലല്ലോ, ഇപ്പോൾ ഒരു ഹെപ്പാറ്റിക് ക്യാൻസർ, ഒരു ലിവറിൽ ക്യാൻസർ ആയിട്ട് ഒരാൾ വരുന്നത്, അത് ആ പേഷ്യൻ്റെ കണ്ണങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ കീമോതെറാപ്പി ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എൻ്റെ സബ്ജക്റ്റ് അങ്ങനെയല്ല. എൻ്റെ സബ്ജക്റ്റിൽ അങ്ങോട്ട്
അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാൻ സാധിക്കും. അവിടെ പേഷ്യൻ്റ് കംഫർട്ട് വളരെ പ്രധാനമാണ്, രണ്ടുപേരുടെയും കംഫർട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈൻഡ് റീഡിങ് അല്ലെങ്കിൽ ഫേസ് റീഡിങ് കുറേയും കൂടെയൊക്കെ ഞാൻ എപ്പോഴും ബെറ്റർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഈ സിസേറിയൻ കഴിഞ്ഞിട്ടേ അടുത്ത സിസേറിയൻ എന്തായാലും ഒരു സിസേറിയൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സിസേറിയൻ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. വിബാക്ക് എന്ന് പറഞ്ഞാൽ വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ സെക്ഷൻ, അതായത് നോർമൽ ഡെലിവറി ആകാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ഒരു സിസേറിയൻ കഴിഞ്ഞാൽ സിസേറിയൻ തന്നെ. അപ്പം അങ്ങനെ ആണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന എപ്പോഴും 2-3 years കഴിഞ്ഞൊരു പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. വജൈനൽ ഡെലിവറി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈവൻ അതർവൈസ് ഓൾസോ 2 വർഷം കഴിഞ്ഞ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഒരു ആദ്യത്തെ സിസേറിയനാണ്, നമ്മൾ പ്രഗ്നൻ്റ് ആയി, ഇനി അത് നോർമൽ ഡെലിവറിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. എന്തുകൊണ്ട് ആദ്യം സിസേറിയൻ ചെയ്യുന്നു, അതാണ് പ്രധാനം. നിങ്ങൾ ആദ്യത്തെ സിസേറിയൻ ചെയ്ത് നിങ്ങളുടെ പെൽവിസിന് ഇടുപ്പലിന് വ്യാസക്കുറവുണ്ടായിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മളിപ്പം ഒരിക്കലും ഇതിൽ വീണ്ടും അതേ വ്യാസക്കുറവ് തന്നെ പ്രശ്നം. പക്ഷേ നമ്മളൊരു ബ്രീച്ചാന്ന് വിചാരിക്കുക, കുഞ്ഞ് തലതിരിഞ്ഞ് കിടക്കുന്നതാണെങ്കിൽ നമുക്ക് ഇത്തവണ നോർമലിന് വേണമെങ്കിൽ ശ്രമിക്കാവുന്നതാണ്. പിന്നെ ഞാൻ എന്തിനാണ് ആ ഒരു ഞാൻ എപ്പോഴും റിസ്ക് ഫ്രീ ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് തന്നെ വിബാക്ക് ഒന്നും ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല. കുറച്ചും കൂടെ ഡോക്ടറിനും പേഷ്യൻറ്റിനും കുറച്ചും കൂടെ കംഫർട്ടബിൾ എനിക്ക് തോന്നുന്നു അടുത്ത സിസേറിയൻ തന്നെ ആയിരിക്കും. പക്ഷേ ബട്ട് ഇഫ് ദ പേഷ്യൻറ്റ് കംസ് ഇൻ ലേബർ, ആദ്യത്തെ സിസേറിയനായിരുന്നു, ഇപ്പം പേഷ്യൻറ്റ് വയറുവേദനയായിട്ട് പ്രസവവേദനയായിട്ട് വരുന്നു, നോക്കുമ്പോൾ നല്ലതാണ്, ഹാർട്ട് ബീറ്റ് നല്ലതാണ്, എല്ലാം നല്ലതാണെങ്കിൽ നമുക്ക് നോർമൽ എന്നുള്ള രീതിയിൽ സ്കാർ പൊട്ടിപ്പോവാ, യൂട്രസ് പൊട്ടിപ്പോവാന്നൊക്കെ അതൊക്കെ വളരെ റെയറാണ്. ബട്ട് നേരത്തെ ആദ്യത്തെ നമ്മളാ തുന്നി വെക്കുന്നതല്ലേ ബേസിക്കലി, ആ യൂട്രസിൻ്റെ ആ ലെയർ തമ്മിൽ തയ്ച്ചു വെക്കുന്നത് അകത്ത്. അത് അവർ ചോദിക്കും നമ്മൾ ഈ തൊലി കുറഞ്ഞ കുഞ്ഞു വരുമോ, പക്ഷെ അങ്ങനെയല്ല കേട്ടോ, കുറേ ലെയർ ഉണ്ട്. നമ്മൾ സ്കിന്നുണ്ട്, സ്കിന്നിൻ്റെ താഴെ തൊലിയുടെ താഴെ എന്താണ് സബ്ക്യൂട്ടേനിയസ് ഫ്ലാറ്റ് ഉണ്ട്. ഫാറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വയറിൻ്റെ എല്ലാ അവയവങ്ങളെയും കൂടെ ഒരു സഞ്ചി പോലെ ഒരു സാധനമുണ്ട്, റെക്ടസ് ഷീത്ത്. അതാണ് നമ്മുടെ അതിൽ 6 pack ഉള്ളവർക്കൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്നത്. അത് അതിൻ്റെ അകത്തുള്ള മസിലാണ്. അപ്പോൾ ആ മസിൽസ് ഉണ്ട്. അതിനുശേഷമാണ് ഒരു ബാഗ് പോലെ ഈ കുടലിനെയൊക്കെ വെക്കുന്ന പെരിട്ടോണിയം ഉണ്ട്. അപ്പം തന്നെ 5 ലെയർ ആയില്ലേ. ഇതെല്ലാം പയ്യെ പയ്യെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂട്രസ് എത്തുന്നത്. യൂട്രസ് എത്തുമ്പോൾ യൂട്രസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചിരിച്ചുകൊണ്ട് മൂത്രസഞ്ചി കാണും. അപ്പോൾ നമ്മൾ മൂത്രസഞ്ചിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ച് മൂത്രസഞ്ചിയെ താഴോട്ടാക്കും. പിന്നീടാണ് നമ്മുടെ യൂട്രസിലൊരു ഇൻസിഷൻ ഇടുന്നത്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ ഇൻസിഷൻ ഒന്നും പ്രശ്നമല്ല. പക്ഷേ യൂട്രസിലെ ഇൻസിഷൻ നമ്മൾ ചിലപ്പോൾ എന്ത് പറ്റും, അതിൻ്റെ അപ്പോസിഷൻ കറക്റ്റ് അല്ലെങ്കിലോ, അല്ലെങ്കിൽ അപ്പോസിഷൻ കറക്റ്റ് ആണെങ്കിൽ കൂടെ അടുത്ത തവണ ചിലപ്പോൾ അതൊന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആവാനും പൊട്ടിപ്പോവാനും, അല്ലെങ്കിൽ അടുത്ത തവണ പ്രസവവേദന വരുമ്പോൾ ആ സ്റ്റിച്ച് വിട്ടുപോകാനും ഒക്കെ ഉള്ളൊരു സാധ്യത. വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, എന്നാലും ഇതിപ്പം പറയാം. നമ്മളെപ്പോഴും ഓരോ പ്രശ്നങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇതിൽ കേൾക്കും അല്ലേ. ഇപ്പോൾ ഡോക്ടർ അത് ചെയ്തു, ഇത് ചെയ്തു, സാധനം മറന്നു വെച്ചു, അത് മറന്നു വെച്ചു, എപ്പോഴും നെഗറ്റീവ് ന്യൂസാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഒരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ ദിവസവും എത്ര ജീവനുകളാണ് സേവ് ചെയ്യപ്പെടുന്നുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി വന്നതാണ്, വെളുപ്പിന് താങ്കളുണ്ടായിരുന്നു, ആ സീനിലുണ്ടായിരുന്നു. 12 വെളുപ്പിന് 12 ആകുമ്പോഴത്തേക്ക് ഇത് പേഷ്യൻ്റ് വരുന്നു, വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറയുന്നു എന്താണ് ആദ്യത്തെ 2 സിസേറിയനായിരുന്നു, ഇത്തവണ 3ാമത്തെ ആണ്, 7 മാസം ഗർഭിണിയാണ്, അതിൻ്റെ സ്റ്റിച്ച് പൊട്ടാറായി നിൽക്കും, അല്ലെങ്കിൽ എന്തോ അങ്ങനെ എന്തോ അകത്ത് ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞ് റെഫർ ചെയ്ത് വരുന്നു. അപ്പോൾ ആ ഡോക്ടർ അപ്പം ഇവിടെ എത്തുന്നു. അപ്പം ഓൺ ഡ്യൂട്ടിയിൽ നിന്ന് ഗൈനക്ക് വരുന്നു, ആ സീനിയർ ഗൈനക്കോളജിസ്റ്റിനെ വിളിക്കുന്നു, ഇവർ രണ്ടുപേരും കൂടെ ചേരുന്നു. പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിനെ കാഷ്വാലിറ്റിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു, തുറക്കുന്നു. വയറ് തുറക്കുമ്പം തന്നെ പേഷ്യൻറ്റ് ഷോക്കിൽ പോയി. ഷോക്കെന്ന് പറഞ്ഞാൽ എന്താ, പ്രഷർ കുറഞ്ഞു, പൾസ് റേറ്റ് കൂടി. എന്തുകൊണ്ടാണ്? അകത്ത് മൊത്തം ബ്ലീഡിങ് ആയിരുന്നു, വയറ് തുറന്നു. അതെ, ഹീമോഗ്ലോബിൻ അളവ് 4 താഴെ 3 എന്നാണ് എൻ്റെ ഇത് പറഞ്ഞത്. അപ്പോഴത്തേക്ക് തുറക്കുമ്പോൾ വയറ് മൊത്തം ബ്ലീഡിങ്. എന്താണ് സംഭവിച്ചത്? ആ നേരത്തെ ഉള്ള ആ സ്റ്റിച്ചിൻ്റെ ഭാഗം വിട്ടുപോയിട്ട് കുഞ്ഞല്ല ഗർഭപാത്രത്തിൻ്റെ അകത്ത് കിടക്കുന്നതിന് പകരം വയറ്റിൻ്റെ ഉള്ളിൽ എവിടെയോ ആയിരുന്നു കിടന്നിരുന്നത്. ആ മറുപിള്ള ആ ഗർഭപാത്രം ഓരോ സിസേറിയൻ കഴിയുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ വെച്ചാൽ മറുപിള്ള ചിലപ്പോൾ യൂട്രസിൻ്റെ അകത്തോട്ട് കയറിപ്പോകുന്നൊരവസ്ഥ. അങ്ങനെ യൂട്രസിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെടുത്തെങ്കിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇല്ല കുഞ്ഞ് നഷ്ടപ്പെട്ടില്ല. കുഞ്ഞിനെ പുറത്തെടുത്തു. കുഞ്ഞിന് കളറില്ലായിരുന്നു, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു, ശ്വാസം ഇല്ലായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ ബേസിക് റിസസിറ്റേഷൻ എല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ ട്യൂബ് ഇട്ടു, വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്യേണ്ട ട്യൂബ് ഇട്ടത് ശേഷം നമ്മൾ കൃത്രിമമായിട്ട് ശ്വാസം ഇങ്ങനെ ആംബു ബാഗ് റിസസിറ്റേഷൻ എന്ന് പറയും, റിസസിറ്റേഷൻ ചെയ്ത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വരികയും അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ വെന്റിലേറ്ററിൽ ആക്കുകയും ചെയ്തു. ഉണ്ട് കുഞ്ഞിനെ റിവൈവ് ചെയ്തെടുത്തു. കുഞ്ഞ് വന്നപ്പോ ഷോക്കിലായിരുന്നു, ഹാർട്ട് ബീറ്റും ഇല്ലായിരുന്നു, ബ്രത്തും ഇല്ലായിരുന്നു. അസിഡോസിസ് ഉണ്ട് നല്ല.
ഓക്കെ, അപ്പോൾ കുഞ്ഞിപ്പോൾ വെന്റിലേറ്ററിലാണ്. അപ്പോൾ ഇതെടുക്കുന്നു. അപ്പം തന്നെ എന്താണ്, നമുക്ക് മറുപടി എടുക്കാൻ പറ്റത്തില്ല. ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, ഗർഭപാത്രം മൊത്തത്തിൽ നീക്കം ചെയ്യാവുന്ന രീതിയിൽ ഗർഭപാത്രം മൊത്തത്തിൽ നീക്കം ചെയ്യുന്നു. ഗർഭപാത്രം മൊത്തത്തിൽ നീക്കം ചെയ്യുമ്പോൾ തന്നെ ബ്ലീഡിങ് അമിതമായിട്ട് വരുന്നു. ആ സമയം വന്നത് കാർഡിയോതൊറാസിക് സർജൻ വന്നു. എന്താണ് ഇൻറ്റേർണൽ ഇലിയാക് എന്ന് പറഞ്ഞ 2 പ്രധാന രക്തധമനികൾ കെട്ടാൻ സഹായത്തിന് വേണ്ടി കാർഡിയോതൊറാസിക് സർജൻ വരുന്നു, യൂറോളജിസ്റ്റ് വരുന്നു. ഇവരൊക്കെ വരുന്ന എത്ര മണിക്ക്? അപ്പോൾ 12:30 തുടങ്ങിയ സർജറി തീർന്നത് 4:30-5 മണിക്കാണ്. അപ്പോൾ ഒരു ഉറപ്പായിട്ടും നഷ്ടപ്പെടുമായിരുന്ന ഒരു ലൈഫിനെ ഒരു ബഞ്ച് ഓഫ് ഡോക്ടേഴ്സ് കയറി ചെന്ന് പൊക്കിക്കൊണ്ട് വരുമല്ലേ, 2 ലൈഫിനെ. സോറി, അതെല്ലാം ഒരു ഹാറ്റ്സ് ഓഫ്. അതൊക്കെയാണ് ന്യൂസിൽ വരേണ്ടത് അല്ലേ? അതൊരു നിസ്സാര കാര്യമല്ല. പക്ഷെ അതൊന്നും ആരും അറിയാതെ പോലെ പോകുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യം ദിവസവും മിക്ക ഹോസ്പിറ്റലുകളിലും നടക്കുന്ന ഒരു കാര്യമാണ്. അത് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ അങ്ങ് പോവുകയാണ്. അതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്വം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. മറ്റേത് നമ്മുടെ ഡ്യൂട്ടിയിലുള്ള പിഴ. അതെ, അതിന്റെ കൃത്യവിലോപം എന്താ അങ്ങനെയല്ലേ പറയുന്നത്.